മംഗല്യം തന്തുനാനി. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനു. ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അല്പനേരം പുറത്ത് ഗാർഡനിലൊക്കെ നടന്നും അശോകുമൊത്ത് കളിച്ചും സമയം ചെലവിട്ടു. ഗാർഡനിൽ നിന്നൊരു ചുവന്ന റോസാപ്പൂ പറിച്ച് അതിന്റെ അല്ലികൾ ഓരോന്നും പറിച്ചെടുത്ത് നിധിയുടെ മുഖത്തേക്ക് എറിയുന്ന അവന്റെ ഓരോ കുസൃതിയെ ആസ്വദിച്ചു അവൾ. പെട്ടെന്ന് അവൻ തലയിൽ കൈവച്ച് പൊതിഞ്ഞു പിടിച്ചു. എന്താ എന്താ അശോക്? അവന്റെ പ്രയാസം കണ്ട് അവൾ വേവരാതിയോട് അടുത്തേക്ക് ചേർന്നിരുന്നു. അശോക് എന്താ എന്താ അശോക്? വേദനിക്കുന്നു. എനിക്ക് കിടക്കണം. ഒട്ടൊരു യോജിപ്പില്ലാതെ എന്തൊക്കെയോ പറഞ്ഞവൻ. അശോക് നമുക്ക് റൂമിൽ പോവാം പറഞ്ഞുകൊണ്ട് അവനെയും പിടിച്ച് റൂമിലേക്ക് ചെന്നു അവൾ. ബെഡിലായി അവനെ കിടത്തി അവന്റെ നെറുകിൽ തലോടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അശോക്, ഈശ്വര, എന്തു പറ്റി അശോകിന് പെട്ടെന്ന്? ഇതുവരെ ഇങ്ങനെ സംഭവിക്കാത്താണല്ലോ. ഇതിപ്പോ ചിന്തിച്ചുകൊണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ച് നീക്കി മുന്നോട്ട് നീക്കിയതും മിനി ടേബിളിരിക്കുന്ന രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കാനുള്ള മരുന്നിരിക്കുന്ന കണ്ട് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഈശ്വര, ഞാനിത് കൊടുക്കാൻ പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഇതുകൊണ്ടാവും അശോകിന് ഇങ്ങനെ. അശോക്, ആ മരുന്ന് കയ്യിലേക്കെടുത്ത് അശോകിനെ നോക്കിയവൾ. സോറി അശോക്, ഞാൻ കാരണമല്ലേ നീ ഇപ്പം ഇങ്ങനെ വേദനിക്കേണ്ടി വന്ന്. നിന്റെ കാര്യത്തിൽ ഞാൻ ഈ ഒരു കാര്യം പോലും ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റിയില്ലല്ലോ അശോക്. പറയുന്നതോടൊപ്പം അവന്റെ കാലുകളിൽ തൊട്ട് കരഞ്ഞു നിധി. സോറി അശോക്, ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതെ ഞാൻ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യുക അശോക്? അമ്മയോട് പറഞ്ഞാലോ? എന്നെ ചിലപ്പോൾ വഴക്ക് പറയായിരിക്കും. എന്നാലും കുഴപ്പമില്ല. അശോകിന് എന്തെങ്കിലും സംഭവിച്ചാൽ? അതോർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും അരുന്ധതി മുറിയിലേക്ക് കയറി വന്നത് ഒരുമിച്ചായിരുന്നു. മോളെ നിധി വിളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും കരഞ്ഞു കലങ്ങി അവളുടെ മിഴികൾക്കാണ് സംശയപാതത്തോടെ നോക്കിയവർ. എന്താ എന്താ മോളെ പറ്റിയത്? അശോകൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല മുത്തശ്ശി. പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? മുത്തശ്ശി, അത് ഞാൻ... നിധി രാവിലെ അശോകിന് മരുന്ന് കൊടുക്കാൻ നിർബന്ധിച്ചവും ഇടയ്ക്ക് വെച്ച് കോള് വന്നു. അങ്ങനെ മരുന്ന് കൊടുക്കാൻ മറന്നെല്ലാം പറഞ്ഞു. എൻ്റെ ഈശ്വര, ഇതിനാണോ നീ ഇങ്ങനെ കിടന്ന് കരയുന്നേ? ഞാൻ കരുതിയാവൻ നിന്നെ ഉപദ്രവിച്ചു എന്ന്. അത് സാരല്ല മോളെ, അവനിപ്പോൾ ഉറങ്ങിയില്ലേ, ഇനി അവ എണീക്കട്ടെ. അപ്പോഴും വേദനയും എന്തെങ്കിലും അസ്വസ്ഥതയും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഡോക്ടറെ വിളിക്കാം. എന്നാലും മുത്തശ്ശി, ഞാൻ കാരണം... അതെ, നീ കാരണം ഇന്നെൻ്റെ മോൻ ഈ വീട്ടിൽ കുറച്ചെങ്കിലും ഇറങ്ങി നടക്കുന്നു. ഈ വീട്ടിലൊരു ഇരുട്ടുമുറി കഴിഞ്ഞുകൂടി അവൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലാൻ അവനെ പ്രസവിച്ച സരസ്വതിക്ക് പോലും ഒരു സമയം പേടി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവൻ്റെ ഭാര്യയായി അവന് കൂട്ടായി നീ നിൽക്കുന്ന കാരണം തന്നെയാണ് അവൻ ഇന്ന് ചെറിയ തോതിലെങ്കിലും മാറ്റം വന്ന് തുടങ്ങിയത്. നീ വിഷമിക്കേണ്ട, ഇനി ഇത് ആരോടും പറയാനും പോകണ്ട. മോള് ചെന്ന് അവൻ്റെ കൂടെ ഇരിക്കേ. മുത്തശ്ശി, എന്നാലും ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വാസമല്ലേ നിനക്ക്? ചെല്ല്, അവൻ്റെ അടുത്ത് ഇന്നിരിക്കേ. ഒന്നും ഉണ്ടാവില്ല, അവൻ എണീക്കുമ്പോൾ നോക്കാം. അതും പറഞ്ഞ് അരുന്ധതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ശിവവിഷമത്തോടെ അവൻ്റെ അടുത്തായി ചെന്നിരുന്നു. സത്യേട്ടാ. കടയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്ന സത്യൻ പുറകിൽ നിന്ന് ദുർഗയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എന്താ ഭാര്യയെ? കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഈ മുഖം ഒരു തെളിച്ചല്ലാണ്ട്. എന്തുപറ്റി? വിവാഹം കഴിഞ്ഞങ്ങ് പോയിട്ട് ഈ വീട്ടിലേക്ക് പിന്നെ അവളൊന്നും വന്നിട്ട് പോലുമില്ല. അവൾക്കിപ്പോൾ നമ്മളൊന്നും വേണ്ടാതായോ എന്നാ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അങ്ങനെയാണല്ലോ നീ അവളെ കയറിയിട്ട് പിടിച്ചിരുന്നത്. അടുത്തുണ്ടെങ്കിൽ ഏത് നേരം രണ്ടും പാമ്പും കീനിയും പോലെ. ഇപ്പം അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലായപ്പോൾ നിനക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കണം. ശരിയാ, ഞാൻ വഴക്കും പറയും ശകാരിക്കും, അതൊക്കെ അവൾക്ക് വേണ്ടി തന്നെയാണ്. എന്നിരുത്തി എനിക്ക് അവളോട് സ്നേഹമില്ലെന്നല്ല. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനല്ല ഞാൻ പറയുന്നു. എന്നാലും നമ്മളും മക്കളും അവൾക്ക് സ്വന്തം തന്നെയല്ലേ. എന്നും വിളിക്കും, എന്നാലും എന്താ അവളെ കാണാതിരിക്കുമ്പോൾ... എനിക്കറിയാം ദുർഗ, നിനക്ക് അവളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. എവിടെ നീ മറ്റൊരു കാര്യം മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി. അശോകിൻ്റെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടല്ലേ. അങ്ങനെയുള്ള അവനെ വിട്ടൊരു ദിവസം പോലും മാറിക്കാൻ അവൾ തയ്യാറല്ല. അതിന് കാരണം ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനവും മര്യാദയും സ്നേഹമെല്ലാം അവൾക്ക് നല്ല ബോധമുള്ളതുകൊണ്ടാണ്. അല്ലാതെ നിന്നെയോ എന്നെയോ നമ്മുടെ മക്കളെയോ കാണാനും കൂടെ നിൽക്കാനും ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. ഒരു പക്ഷേ അശോക് നോർമലാണെങ്കിൽ ഇരുവരും ഈ വീട്ടിൽ വന്ന് താമസിച്ചേനെ. ഒരു ദിവസമെങ്കിലും ഇടയ്ക്കൊക്കെ വന്നും പോവുകയും ചെയ്തേനെ. ഇതിപ്പോൾ അതിനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ. അറിയാൻ സത്യേട്ടാ, എന്നാലും... ക്ഷമിക്ക്, എല്ലാം ശരിയാവും. എന്നാൽ നമുക്കൊന്ന് അവിടം വരെ ചെന്നാലോ? എനിക്കും തോന്നിയിരുന്നു. പിന്നെ കരുതി അവരൊക്കെ വലിയ ആളുകളല്ലേ എന്നെഴുതി അവളെ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം നമുക്കില്ലേ? ഉണ്ട്, അത് തന്നെ. ഇന്ന് വൈകിട്ട് നമ്മൾ പോകുന്നു. പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഉടനെ. അവന് ശിവേച്ചി എന്നവരെ ചോദിച്ചിരിക്കുക എപ്പോഴും. അതുകൊണ്ട് ഇന്ന് തന്നെ പോകണം. അത്രയും പറഞ്ഞ് മറുത്തൊന്നും കേൾക്കാൻ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി ദുർഗ.
എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു സാധനം കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ. ഒന്ന് തലയുടഞ്ഞ് സത്യൻ ചെറുചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. അശോകിന്റെ കൂടെ ഏറെ നേരം ഇരുന്നെങ്കിലും അവൻ നല്ല മയക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നിധി താഴേക്ക് ചെന്ന് അടുക്കള കയറി അശോകോണെന്ന് അവന് കഴിക്കാനായി പ്രത്യേകം ഫുഡുണ്ടാക്കി. ചെറിയ രീതിയിൽ അടുക്കളയിലും സഹായിച്ചു. ആറ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവരെ ഹെൽപ്പ് ചെയ്തു. അവളുടെ പെരുമാറ്റവും സ്വഭാവം കൊണ്ട് തന്നെ വീട്ടിലെ ജോലിക്കാർക്കെല്ലാം അവളെ വലിയ ഇഷ്ടമാണ്. ഫുഡ് റെഡിയാക്കി അതുമെടുത്ത് അശോകിന്റെ അടുത്തേക്ക് ചെന്നവൾ റൂമിലെത്തിയതും ബെഡിൽ അശോകിനെ കാണുന്നില്ല. കണ്ടതും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അശോക്! പരിഭ്രാന്തിയോടെ അവൾ അശോക് എന്ന് വിളിച്ച് ബാൽക്കണിയിലെല്ലാം ചെന്ന് നോക്കി. മുത്തശ്ശി! അവിടെ നിന്ന് അവനില്ലെന്ന് കണ്ടതും മുത്തശ്ശിയെ വിളിക്കാൻ തുടങ്ങിയതും ബാത്റൂം ഡോർ ലോക്ക് ഓർക്കുന്ന അശോകിനെ കണ്ടു. കുളിച്ച് ഫ്രഷായി ഒരു ട്രാക്ക് പാനും ടീഷർട്ടും ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അശോകിനെ കൗതുകത്തോടെ നോക്കി നിന്നു ശിവ. മറ്റൊന്നും കൊണ്ടല്ല, ഈ ദിവസങ്ങളൊക്കെ അവനെ തലകഴുകി കൊടുക്കുന്ന താനാണ്. താൻ വരുന്നതിന് മുമ്പ് അശോകിനെ കുളിപ്പിച്ചു കൊടുക്കുന്ന പോലും അച്ഛനോ ചെറിയച്ഛനോ ആരെങ്കിലും ആണെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓരോന്നോർത്ത് അവനെ തന്നെ നോക്കി നിന്ന് നിധി. ഫുഡ് പിടിച്ച് നിൽക്കുന്ന നിധിയെ കണ്ടതും ഫുഡ് കണ്ട സന്തോഷത്തിൽ അവിടെ അടുത്തേക്ക് ചെന്ന് കയ്യിലെ ഫുഡ് വാങ്ങിച്ചു വെക്കുന്നതോടൊപ്പം എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് സെറ്റിലിരുന്ന് അത് കോരി കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവൻ. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പറഞ്ഞ വാക്കിൽ തന്നെ ഒരു നിമിഷം കുടുങ്ങിപ്പോയി അവൾ. എനിക്ക് വിശക്കുന്നു. സാധാരണ ഈ ദിവസം വരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ സംസാരിക്കുന്ന അശോക് ഇന്ന് അവന്റെ പക്വതയോടെയുള്ള ആ ശബ്ദത്തോടെ പറഞ്ഞതും താൻ കേട്ട സത്യമാണോ തന്റെ വെറും തോന്നലാണോ എന്ന് തോന്നിപ്പോയി അവൾക്ക്. ഒന്നുകൂടെ തന്നെ സംശയം ഉറപ്പിക്കാനെന്നോണം അവന്റെ അടുത്തേക്ക് ചെന്നവൾ. അശോക്! അവളുടെ വിളിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ശേഷം വീണ്ടും കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു അവൻ. അശോക്! അവൾ വിളിക്കുന്നൊന്നും കേട്ട ഭാവം കാണിക്കാതെ വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു. അശോക്, എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാവോ? അവൻ തന്നെ ശ്രദ്ധിക്കാതെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്ന് ചോദിച്ചവൾ. കൊള്ളാം. അവന്റെ മറുപടിയിൽ താൻ കേട്ട സത്യമാണെന്ന തിരിച്ചറിവിൽ വല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക്. വിശ്വസിക്കാൻ കഴിയാതെ സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു. ഇത്രയും വലിയൊരു മാറ്റം ഒട്ടും പ്രതീക്ഷിക്കാതെ. ചിലപ്പോൾ ഇനി അവന് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ കഴിയുമെന്ന വിശ്വാസം അവളിൽ തളിർത്തു തുടങ്ങി. എല്ലാവരോടും അശോകിന്റെ മാറ്റം പറയാൻ വേണ്ടി അവൾ ധൃതി കൂട്ടി. അശോക്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് എല്ലാവരുടെ അടുത്തേക്കും സന്തോഷത്തോടെ ഓടിപ്പോകാൻ തുടങ്ങിയതും ഒരു നിമിഷം എന്തോ മനസ്സിലോർത്തുന്ന പോലെ നിന്നു അവൾ. മനസ്സിലേക്ക് നുരഞ്ഞു വന്ന ഒരു കുഞ്ഞു സംശയം അവളുടെ കാലുകൾ പുറകിലേക്ക് ചലിച്ചു. താൻ നേരത്തെ ഷെൽഫിൽ അശോകിന് കൊടുക്കാൻ വെച്ച മരുന്ന് കയ്യിലേക്ക് എടുത്തു. രാവിലെ അശോകിന് അനുഭവപ്പെട്ട വേദനയും അവന്റെ ഞെരക്കവുമെല്ലാം അവൾ ഓർത്തെടുത്തു. സംശയം കുന്നുകൂടാൻ തുടങ്ങിയതും വേഗം ഷെൽഫിലെ ബാഗ് എടുത്ത് അതിൽ രാവിലെ സരസ്വതി ഏൽപ്പിച്ച മരുന്ന് പുറത്തേക്ക് എടുത്തു. അത് തിരിച്ചു മറിച്ച് ഒന്നാകെ നോക്കി അവൾ. ആ സ്ലിപ്പിൽ കാണുന്ന മെഡിസിൻ നെയിം ഫോണിൽ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഒരു നിമിഷം അതിൽ കാണുന്ന മരുന്നിലേക്കും തന്റെ കയ്യിലെ മരുന്നിലേക്കും മാറി മാറി നോക്കിയവൾ. ആ സ്ലിപ്പിൽ കാണുന്ന മെഡിസിനും ഫോട്ടോയിൽ കാണുന്ന മെഡിസിനും രണ്ട് വിധം. എന്ത് ചെയ്യണമെന്നറിയാതെ ആരോട് പറയണമെന്നറിയാതെ ശിവക്ക് തന്റെ കൈകാലുകൾ വിറച്ചു പോയൊരു നിമിഷം. ഈശ്വര, എന്താ ഇതിനർത്ഥം? ഇന്നൊരു ദിവസം ഈ മരുന്ന് കഴിക്കാതിരുന്നുകൊണ്ടാണോ അശോകിന് ഇത്രയ്ക്ക് മാറ്റം? അതോ മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും. അതുവരെ ഈ കാര്യം ആരും അറിയാതിരിക്കുന്ന നല്ലത്. അശോകിന്റെ മാറ്റം പോലും. പെട്ടെന്ന് ഇന്നലെ നീലുവിനോട് സംസാരിക്കുമ്പോൾ അവളുടെ സിറ്റി ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഓർത്തു അവൾ. അറിയണം, ഇതെന്താ ഇങ്ങനെയെന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ നീലുവിന് അറിയാൻ പറ്റും. വൈകിട്ട് നേരത്തെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് മനസ്സിലോർത്തവൾ. എന്നാൽ എന്തുകൊണ്ട് ഇത് ആരും ഇത്രയും ദിവസങ്ങളോളം ശ്രദ്ധിക്കാതെ പോയത്? ഒന്നും നോക്കാതെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് നോക്കി നിധി. ഇല്ല അശോക്, ഇതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുവരെ നീ ഈ മെഡിസിൻ കഴിക്കില്ല. ഇതിലെന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ചെയ്തവരെ ഒരിക്കലും വെറുതെ വിടില്ല. അവർക്ക് മുന്നിൽ നിന്നെ പഴയതുപോലെ കൊണ്ടു നിർത്തി ഈ നിധി. ഉറച്ച മനസ്സോടെ പലതും കണക്കുകൂട്ടി തീരുമാനിച്ചു അവൾ. വൈകിട്ട് അരുന്ധതിയോടും സരസ്വതിയോടും തന്റെ പഴയ കൂട്ടുകാരി ഇവിടെ അടുത്താണ് താമസിക്കുന്നതെന്നും അവളെ ഒന്ന് കണ്ടിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തിരികെ എത്തുന്നും പറഞ്ഞാണ് നിധി പുറപ്പെട്ടത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നീലുവിനെ കാണാത്തതുകൊണ്ട് തന്നെ അവളെയും കാത്ത ആൾത്തറക്കടുത്തായി കാത്തിരുന്ന നിധി. അല്പനേരം കഴിഞ്ഞതും നിധിയെ കണ്ട ഒരു ചിരിയോട് അവളുടെ അടുത്തേക്ക് ഓടി വന്ന നീലിമ. നിധി, നീ ഒത്തിരി നേരം അടി വന്നിട്ട് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അല്പം വൈകി. അതാ. സാരല്ല നീലു, നീ ചെന്ന് പ്രാർത്ഥിക്കേ, ഞാനിവിടെ നിൽക്കാം. നീ ഒന്നുകൂടെ വാ നിധി. ഇല്ല, നീ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം പറഞ്ഞുകൊണ്ട് ആൽത്തറയിൽ ഇരുന്നു അവൾ. എന്നാൽ ശരി, ഞാനിപ്പോൾ വരാം. അവളെ നോക്കി ഒരു നേരത്തെ ചിരിയോടെ പറഞ്ഞ് നീലു ക്ഷേത്രപ്പടവുകൾ ഓരോന്നും കയറി. അവൾ തിരികെ വരുന്നവരെ പല ചിന്തകളോടെ നിധി ഓരോന്നും സൂക്ഷ്മമായി ഓർത്തുകൊണ്ടിരുന്നു. വീട്ടിലെ ഓരോരുത്തരുടെ ഭാവവും അശോകിനെ കാണുമ്പോഴുള്ള ഭാവവുമെല്ലാം. എത്രയായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ഏതായാലും അവൾ വരട്ടെ. ആദ്യം വീട്ടിൽ ചെന്ന് ഭാസ്കരച്ചനെ നൽകിയമ്മയും കാണണം. ശേഷം അവളായിട്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. ഓരോന്നും മനസ്സിൽ തീരുമാനിച്ചു അവൾ. ഹലോ, എന്താ മോളെ ഇത്? ആരോഗ്യത്തോണ്ടിരിക്കുക? ഒന്നുമില്ല. എന്നാ വാ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഒന്ന് മൂളിക്കൊണ്ട് നിധി അവളുടെ കൂടെ നടന്നു.
ക്ഷേത്രത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നും ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. അവിടുന്ന് കുറച്ച് നടന്നും ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തറവാട് വീട്. ഈ വീട് ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിയതാ. 4-8 തറവാട്. കയ്യിൽ ഒരുപാടൊന്നുമില്ലേലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് കഴിയുന്നു. വാ. നീലു എല്ലാം പുഞ്ചിരിയോടെ പറഞ്ഞു അവളെയും കൂട്ടി അകത്തേക്ക് പടിയിൽ കയറി. അമ്മേ, അച്ഛാ, പുറത്തുനിന്ന് ഉറക്കെ കൂവി വിളിച്ചു അവൾ. എന്താ അടി അലറി വിളിക്കുന്നേ? ഞങ്ങളുടെ ചെവിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല. അകത്തുനിന്ന് ഒരു ശകാരത്തോടെ പറഞ്ഞുകൊണ്ട് നളിനി പുറത്തേക്ക് വന്നു. പെട്ടെന്നാണ് നീലുവിൻ്റെ അടുത്ത് സാരി ഉടുത്ത് സുന്ദരിയായി നിൽക്കുന്ന ആ പെൺകുട്ടിയെ മനസ്സിലാവാത്ത രീതിയിൽ അവർ നോക്കി. ശേഷം അവൾ ആരുന്ന സംശയഭാവത്തോടെ നീലുവിനെ നോക്കി. നീ നോക്കുന്നുണ്ടില്ലേ? ഇന്നലെ പറഞ്ഞാലോന്ന് കരുതിയാ, പിന്നെ തോന്നി നേരിട്ട് കാണട്ടെ, രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന്. നീലു നിധിയെ നോക്കി പറഞ്ഞു. അവൾ നളിനിയെ ഒരു ചിരിയോടെ നോക്കി. നളിനിയമ്മേ. ഒരു നിമിഷം അവിടെ ആ വിളി കേട്ടതും നളിനി സ്തംഭിച്ചു പോയി. വർഷങ്ങൾക്ക് മുമ്പ് നളിനിയമ്മയെന്ന് വിളിച്ച് പട്ടുപാവടയിട്ട് ഓടി വരുന്ന 5 വയസ്സുകാരിയുടെ മുഖം മൂർത്തു അവർ. ഇമ വെട്ടാതെ അല്പനേരം അവളെ തന്നെ നോക്കി നിന്നു. നിറഞ്ഞു വരുന്ന മിഴികളോടെ അവളുടെ അടുത്തേക്ക് ചെന്നു നളിനി. മോളെ നിധി. ആഹാ, അപ്പൊ എന്റെ നളിനി കൂടി പെട്ടെന്ന് മനസ്സിലായല്ലോ. അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു നീലു. എന്താ അമ്മയും മോളും കൂടെ ഒരു സംസാരം? പുറകിൽ ഭാസ്കരൻ ചോദിച്ചുകൊണ്ട് ഇരുവർക്കടുത്തേക്ക് വന്നു. കൂടെ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്ന ഭാവത്തോടെ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി. ഇതാരാ മോളെ? നിന്റെ കൂട്ടുകാരി ആരെങ്കിലും ആണോ? ആച്ചാ, കൂട്ടുകാരി തന്നെയാ. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒരു കൂട്ടുകാരി. അവൾ പറയുന്ന കേട്ട് ഒന്നും മനസ്സിലാവാത്ത ഭാവത്തോടെ നോക്കി അയാൾ അവളെ. നളിനി ഒരു നിമിഷം സ്വഭാവത്തിലേക്ക് വന്നു അവളുടെ അടുത്തേക്ക് ചെന്നു. ഓളെ പറഞ്ഞുകൊണ്ട് അവൾ തന്നെ നെഞ്ചോട് ചേർത്തു. നളിനിയമ്മേ, എന്തിനെങ്ങനെ കരയുന്നേ? എന്നാൽ ഇത്രയും കാലം ഞങ്ങളൊന്ന് കാണണമെന്ന് പോലും തോന്നിയില്ലേ നിനക്ക്? നിന്നെ തേടി വന്നപ്പോഴാണ് അവിടുന്ന് എങ്ങോട്ടോ പോയെന്ന് അറിഞ്ഞത്. പിന്നീട് അന്വേഷിച്ചെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. ഭാസ്കരേട്ടാ, ദേ നോക്കിയേ, നമ്മുടെ നിധി. നളിനി പറയുന്ന കേട്ട് ഭാസ്കര അമ്പരപ്പോടെ നോക്കി നിധിയെ. മോളെ. ഭാസ്കരച്ചാ. അയാൾക്കും വാക്കുകളിൽ അറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. ഇരുവരുടെയും സ്നേഹത്തിനു മുമ്പിൽ ഒരു നിമിഷം അവള് 5 വയസ്സുകാരിയായി മാറിയിരുന്നു. ഏറെ നേരം അവളുടെ കൂടെ സമയം ചെലവിട്ടു. കഴിഞ്ഞുപോയ ഓരോ വിശേഷങ്ങളും അശോകിനെ വിവാഹം കഴിച്ചതുമെല്ലാം ഒരു കെട്ടുകഥ പോലെ കേട്ടിരുന്നു എല്ലാവരും. നളിനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. തൻ്റെ കൈ കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത അവൾക്ക് സംസാരിച്ച് സമയം പോയതുപോലെ അറിഞ്ഞില്ലെന്ന് പറയാം. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് അവൾ പേഴ്സിൽ നിന്ന് ഫോൺ എടുത്തു. സരസ്വതിയുടെ നമ്പർ കണ്ടതും അപ്പോഴാണ് അവൾ സമയം ശ്രദ്ധിക്കുന്നത്. 6 മണി ആവാറായിട്ടുണ്ട്. അയ്യോ, അവൾ വേഗം ഫോൺ എടുത്തു. ഹലോ, ആ നിധി, നീ എവിടെയാ? ആമേ, ദേ ഞാൻ വന്നോണ്ടിരിക്കുക. ആ, ഇവിടുന്ന് വണ്ടി അയക്കാം. നീ എവിടെയാ നിൽക്കുന്നേ? ആ, അത് അമ്മേ വേണ്ട, ഞാനിപ്പോൾ എത്തും. ആ ശരി, എന്നാ വേഗം വാ. ആ ഓക്കെ അമ്മേ. ഫോൺ വെച്ചതും നിധി 3 പേരെയും നോക്കി. അമ്മയാ, എന്നെ കാണാനിട്ടാ. സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. ഇനി പിന്നെ വരാം. ആ മോളെ, ദേ ഇതും കൂടെ കൊണ്ടുവെക്കും. നിനക്ക് ഇഷ്ടമുള്ള പലഹാരല്ലേ? നിന്റെ അശോകിനും കൊടുത്തേക്ക്. ഒരു പുഞ്ചിരിയോടെ അവളത് വാങ്ങി കയ്യിൽ പിടിച്ചു. നീലു, നീ എൻ്റെ കൂടെ അല്പം വാ. ആ നിധി നളിനിയോടും ഭാസ്കരനോടും യാത്ര വന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ കൂടെ നീലുവും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നടന്നു. നീലു. എന്താ നിധി? അത് എനിക്ക് നിന്റെ ഒരു സഹായം വേണം. തൽക്കാലം ഈ നളിനിയമ്മയും ഭാസ്കരച്ചനും അറിയണ്ട. എന്താടി? അത് ഇത് പറഞ്ഞുകൊണ്ട് പേഴ്സ് തുറന്ന് അതിലെ ടാബ്ലറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. സംശയത്തോടെ നീലു അവളുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ ഉള്ളിലെ സംശയത്തെക്കുറിച്ച് നീലുവിനോട് വ്യക്തമായി പറഞ്ഞു നിധി. നീലു, എനിക്കൊരു ഉത്തരം കിട്ടണം. നാളെ ഞാൻ നേരത്തെ വരാം. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയക്ക്. ശരിടി, നീ ടെൻഷൻ ആവണ്ട. നാളെ വരുമ്പോൾ നിനക്കുള്ള ഉത്തരം ഞാൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. ഉറപ്പോടെ നീലു പറയുമ്പോൾ അവളെ നോക്കി ഒരു ആശ്വാസത്തോടെ നിശ്വസിച്ചു അവൾ. അവളോട് നാളെ കാണാമെന്ന് പറഞ്ഞ് നിധി വേഗം വീട്ടിലേക്ക് നടന്നു പോകുന്നവളെയും കയ്യിൽ തന്ന ടാബ്ലറ്റിലേക്കും സംശയത്തോടെ നോക്കി നിന്നു നീലു. വീട്ടിലേക്ക് എത്തിയതും 4 ഭാഗവും നോക്കി അകത്തേക്ക് ഓടിച്ചെന്ന് നിധി. ആ വലിയ ഹാളിലേക്ക് ഓടിക്കയറിയതും ശിവേച്ചി എന്ന് വിളിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് ഓടിയിരുന്ന ശങ്കരനെ കണ്ട് സന്തോഷത്തോടെ അവനെ ചെന്ന് വാരിപ്പുണർന്നു. എന്റെ ശങ്കരൻകുട്ടി, നീ എങ്ങനെ ഇവിടെ എത്തിയേ? കണ്ണു തുറന്നു നോക്കി ശിവേച്ചി. അവൻ മാത്രല്ല, ഞങ്ങളും കൂടെ ഉണ്ട്. കുറുമ്പോടെ പറയുന്ന ശരണിയെ കണ്ട് ശിവ മുന്നോട്ട് നോക്കി. ശരണിയെ, അമ്മായി, മാമേ എവിടെയായിരുന്നു മോളെ നീ? ഇവര് കുറെ നേരമായി വന്നിട്ട്. അരുന്ധതി അവളെ നോക്കി ചോദിച്ചു. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. മോള് ക്ഷേത്രത്തിൽ പോയതാണെന്ന് പറഞ്ഞു. പിന്നെ ഏതോ കൂട്ടുകാരെ കാണണ്ടെന്നൊക്കെ ഇവര് പറഞ്ഞു. ശിവയെ നോക്കി ഒരു ചെറിയ ചിരിയിൽ ചോദിക്കുമ്പോൾ നിധിയുടെ മിഴികൾ ചെന്നെത്തിയ ദുർഗയിലേക്കാണ്. നളിനിയമ്മയും ഭാസ്കരച്ചനും കാണിക്കുന്ന സ്നേഹം അത് ഇഷ്ടപ്പെടാതെയാണ് പണ്ട് ആരോടും പറയാതെ വീട് മാറി താമസമാക്കിയത്. ഒരു പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞ അമ്മായിക്ക് അത് കൂടുതൽ അവരോട് വെറുപ്പ് തോന്നേണ്ടെന്ന് കരുതി അവൾ അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടെന്ന് കരുതി ഒരു പുൻസിരിയോടെ മൗനം പാലിച്ചു. അല്ല, നിങ്ങൾ രാവിലെ വിളിച്ചപ്പോൾ പോലും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ചേച്ചിയോ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഞങ്ങളെങ്കിലും വരണ്ടേ?
ശങ്കരൻ ഒരു പരിഭവം പോലെ പറഞ്ഞു. മോനെ, അത് ചേച്ചിക്ക് വരാൻ ആഗ്രഹമില്ലായിട്ടല്ല, പിന്നെ അറിയാൻ ചേച്ചി, ഞാൻ ചുമ്മാ അറിഞ്ഞ. ശരിക്കും ഞങ്ങളെക്കാളും അമ്മയ്ക്കാ ഇങ്ങോട്ട് വരാൻ ധൃതി കൂടിയത്. എപ്പോഴും ശിവയെക്കുറിച്ച് പറയാനേ നേരുള്ളൂ ഇപ്പൊ അമ്മയ്ക്ക്. ശങ്കരൻ പറയുന്ന കേട്ടപ്പോൾ അവൾ ചെറു ചിരിയോടെ നോക്കി ദുർഗയെ. ശേഷം ദുർഗയുടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ ചുറ്റിപ്പിടിച്ചു. അപ്പൊ അമ്മായിക്ക് എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ അമ്മായി? അത് പിന്നെ ഇത്രയും കാലം നീ ഞങ്ങളുടെ കൂടെ അല്ലേ, പെട്ടെന്ന് അങ്ങ് പോയാ. ഉള്ളിലെ വിഷമം കടിച്ചു പിടിച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ദുർഗ. അപ്പോഴേക്കും എൻ്റെ അമ്മായിക്ക് വിഷമായോ? ഈ മുഖം കാണാൻ ഇപ്പൊ ആ പഴയ ഭംഗിയില്ല. ദേ, ആ പഴയ മാമ പറയാറുള്ള ഭദ്രകാളിയെ പോലെ ഉറഞ്ഞുകൊള്ളുന്ന എൻ്റെ അമ്മായി കാണാനാ ഏറെ ഭംഗി അല്ലേ മാമേ? നീ പെണ്ണെ, നീ വാങ്ങിക്കും എൻ്റെ കയ്യിൽ നിന്ന്. അല്പം ശകാരം പോലെ ദുർഗ പറഞ്ഞതും അവരെ പുൻചിരിയോടൊന്നുകൂടെ ഇറുകെ പിടിച്ചു ശിവ. ഈ നിമിഷം ദുർഗയുടെ മുഖത്തും ഒരു പുൻചിരി വിടർന്നിരുന്നു. മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഏറെ നേരം അവർക്കൊപ്പം ഇരുന്നു ശിവ. കൈലാസത്തിലെ എല്ലാവർക്കും അവൾ നിധിയാണെങ്കിൽ ദുർഗക്ക് അവൾ തന്റെ ശിവയാണ്. സംസാരത്തിനിടെ അശോകിന്റെ മാറ്റമെല്ലാം ദുർഗയോടും മാമയോടും പറയുമ്പോൾ അവരും നോക്കി കാണുകയായിരുന്നു അവൾ അതിൽ എത്രമാത്രം സന്തോഷവതിയാണെന്ന്. ശരണിയും ശങ്കറും പെട്ടെന്ന് തന്നെ ശ്രീവിദ്യയോടും ശ്രീറാമിനോടും എല്ലാം പെട്ടെന്ന് കൂട്ടായിരുന്നു. എല്ലാവരും കൊച്ചു കൊച്ചു സംസാരങ്ങളും കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷമാണ് അവിടെ നിന്ന് ദുർഗയും സത്യനൊക്കെ വീട്ടിലേക്ക് തിരിച്ചത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.